ജിന്നുകൾ അത് നമ്മളെ ദൃഷ്ടിയിൽ കാണാത്തൊരു സൃഷ്ടിയാണ്. ജിന്നുകൾ ചിലപ്പോൾ മനുഷ്യരൂപത്തിലും മൃഗങ്ങളുടെ രൂപത്തിലും, ചിലപ്പോൾ പന്നിയുടെയും നായയുടെയും പാമ്പിന്റെയും രൂപത്തിലും പല വിധത്തിലും വരാൻ കഴിയുന്നൊരു ജീവിയാണ് ജിന്നുകൾ. അതുകൊണ്ടായിരുന്നു അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ യുദ്ധത്തിനു വേണ്ടി സഹാബികളെയും കൂട്ടിപ്പോയ ഒരു സമയത്ത് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഞാൻ ഓർക്കുകയാണ്. ഹദീസിൽ നമുക്ക് കാണാം, മഹാനവറുകൾ നിസ്കരിക്കുന്ന സമയത്ത് കട്ടിലിന്റെ ചുവട് ഒരു പാമ്പിനെ കണ്ടപ്പോൾ ആളുകൾ അതിനെ കൊല്ലാൻ നോക്കുമ്പോൾ കൊല്ലണ്ടെന്ന് പറഞ്ഞു. നിസ്കാരം കഴിഞ്ഞിട്ട് വിവരിച്ചു കൊടുത്തു. യുദ്ധത്തിൽ പോയിരുന്ന ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിഞ്ഞ ഉടനെയായിരുന്നു. അദ്ദേഹം സമ്മതം ചോദിച്ച് ഭാര്യ വീട്ടിലേക്ക് ഒരു ദിവസം പോയി. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു വലിയ പാമ്പിനെ കണ്ടു. അദ്ദേഹം പെട്ടെന്ന് അതിനെ അടിച്ചു കൊല്ലാൻ ശ്രമിച്ചു. സുബ്ഹാനല്ലാഹ്, ആ പാമ്പ് അദ്ദേഹത്തെ ആക്രമിച്ചു. ആരാണ് ആദ്യം മരിച്ചതെന്നറിയില്ല. ഏതായിരുന്നാലും ശരി, ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീടുകളെ പരിചരിക്കുന്ന ചില പാമ്പുകളുണ്ട്, അതിനാൽ വീടുകളിൽ പാമ്പിനെ കണ്ടാൽ പെട്ടെന്ന് കൊല്ലരുത് എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് സഹാബി വിശദീകരിച്ചു കൊടുത്തതായി ഹദീസിൽ നമുക്ക് കാണാം. ഞാൻ പറഞ്ഞത് ആ പാമ്പുകൾ ജിന്നുകളാണ്. അവാമിർ എന്ന് പറയുന്നത് ജിന്നുകളിൽ ഒരു വിഭാഗമാണ്. ഈ ജിന്നുകൾ പല രൂപത്തിലും വരും. ജിന്നുകൾ ജിന്നുകളിൽ നല്ലവരുമുണ്ട്, അല്ലാത്തവരുമുണ്ട്. നല്ലവർ നല്ലത് ചെയ്യും. ചീത്ത കക്ഷികൾ അതിലെല്ലാ ജാതിയുമുണ്ട്. യഹൂദികളായ ജിന്നുകളുണ്ട്, അതേ നസ്രാനികളായ ജിന്നുകളുണ്ട്, അതേപോലെ മുശ്രിക്കുകളായ ജിന്നുകൾ ധാരാളമുണ്ട്. അതുപോലെ പല വേഷത്തിലുണ്ട്. എല്ലാ സംഘടനയിലും ജിന്നുകൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ജിന്നുകൾ മനുഷ്യനെ പലപ്പോഴും വഴിതെറ്റിക്കും. അതിൽ മനുഷ്യൻ പെട്ടുപോകാൻ പാടില്ല. ജിന്നുകൾ പല അത്ഭുതങ്ങളും പ്രകടിപ്പിക്കും. അത് കണ്ടിട്ടും മനുഷ്യൻ പെട്ടുപോകാൻ പാടില്ല. മറിച്ച് മനുഷ്യൻ മാനദണ്ഡമാക്കേണ്ടത് ജിന്നുകൾ പ്രകടിപ്പിക്കുന്ന അത്ഭുതങ്ങളല്ല, അല്ലെങ്കിൽ ജിന്നുകൾ കാണിക്കുന്ന ഏതെങ്കിലും വിഷയങ്ങളല്ല. മറിച്ച് മനുഷ്യൻ മാനദണ്ഡമാക്കേണ്ടത് ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമങ്ങളാണ്. ധാരാളം സംഭവങ്ങൾ നമുക്ക് ചരിത്രത്തിന്റെ കിതാബുകളിൽ അത്തരം വിഷയങ്ങളിൽ കാണാം. ഞാൻ അതിലേക്ക് ഇപ്പോൾ കടന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു ശിഷ്യൻ കുറച്ച് ദിവസമായി അദ്ദേഹത്തെ കാണുന്നില്ല. മഹാനവറുകൾ അന്വേഷിച്ചു, എന്തേ ആ കുട്ടിയെ കാണാത്തത്? ആരോ പറഞ്ഞു, അദ്ദേഹം ഇപ്പൊ വലിയ മഖാമിലും ദർജയിലുമാണ്. ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ അദ്ദേഹത്തെ കാണാൻ അങ്ങോട്ട് പോയി. അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹത്തെ കണ്ടിട്ട്, എന്തേ മോനെ വരാത്തത്? ഞാനിപ്പോ വലിയ മഖാമിലാണ്, വലിയ ദർജയിലാണ്. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, എന്താണ് നിന്റെ ദർജ? ഞാൻ അതാ രാത്രി സമയത്ത് എന്നെ എടുത്തുകൊണ്ടുപോകാൻ ഒരു വലിയ ജീവി വരുന്നു. ഞാനതിന്റെ പുറത്തു പോയിട്ട് സ്വർഗത്തിലെത്തുന്നു. സ്വർഗത്തിൽ നിന്ന് ഞാൻ അവിടെ സന്തോഷത്തോടെ കഴിയുന്നു. അവിടെ ധാരാളം മഹാന്മാരെ കാണുന്നു. ഇങ്ങനെ പലതും പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, നീ നാളെ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇന്ന് രാത്രി പോകുന്ന സമയത്ത് അവിടെ എത്തിയാൽ ഞാൻ പറയുന്ന ദിക്റൊന്ന് 3 പ്രാവശ്യം ചൊല്ലണം. ദിക്ർ പറഞ്ഞു കൊടുത്തു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പറഞ്ഞതുപോലെ പറയാമെന്ന് ഏറ്റെടുത്ത ശിഷ്യൻ അന്ന് രാത്രി പറഞ്ഞതുപോലെ തത്സമയം അതാ ആ വലിയ ജീവി വന്നു, എടുത്തുകൊണ്ടുപോയി. ആ വലിയ സ്ഥലത്തെത്തി നോക്കുമ്പോ എന്താണ് അത്ഭുതം! നല്ല ഒരുപാട് വലിയ വലിയ മഹാന്മാരാണെന്ന് തോന്നിക്കുന്നവര് വന്നിരിക്കുകയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഉസ്താദ് പറഞ്ഞു കൊടുത്ത ആ ഇജാസത്തോടു കൂടിയുള്ള ദിക്ർ 3 തവണ ചൊല്ലിയപ്പോൾ പിന്നെ അവിടെ ആരെയും കാണാനില്ല. പിന്നെ മനസ്സിലാവുകയാണ് ആ സ്ഥലം വളരെ മോശമായ സ്ഥലമാണ്. ഓ സുഹൃത്തുക്കളെ, ഇൽമില്ലാതെ
അത്ഭുതത്തിന്റെ പിന്നാലെ പോയാൽ മനുഷ്യൻ വഴിവഴച്ചു പോകും. ഇൽമ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതാണ് ഞാൻ തുടക്കം പറഞ്ഞത്, അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം.